അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും ഗുരുവായൂരിൽ തൃശ്ശൂരെത്തി. വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് കയറണമല്ലോ. അപ്പോൾ ഇന്ന് ഇവിടെ താമസിക്കാമെന്ന് കരുതി. ആക്ച്വലി ആ കാണുന്ന ഹോട്ടലിൽ ഞങ്ങൾ ആദ്യം റൂം നോക്കിയതാണ്. അപ്പം അവർ പറഞ്ഞു ആ ലോഡ്ജിൽ ഗസ്റ്റ് മാത്രമേ അലൗഡ് ഉള്ളൂ, കൂടെ ഉള്ളവരെ കേട്ടില്ലെന്ന്. കാരണം ഞങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും അനിയത്തിയും ഫാമിലിയും അമ്മയും ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അവരവിടെ സ്റ്റേ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മതി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ലോഡ്ജിൽ കയറി ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തു. അതിൻ്റെ റിസപ്ഷനിൽ ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ നാളെ രാവിലെ തിരിച്ചു പോകാനായിരുന്നു. അപ്പോഴാണ് അനിയത്തി ലീവ് എടുത്തിട്ടായിരുന്നു വന്നത്. അപ്പോൾ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ലീവ് എടുത്തവരും നാളെ ട്രെയിനിങ്ങിന് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ മാറ്റിയതാണ് കേട്ടോ. അല്ലെങ്കിൽ അവരും കൂടെ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകത്തുള്ളായിരുന്നു. നമുക്ക് അങ്ങനെ പ്ലാൻ മാറ്റാൻ പറ്റത്തില്ല, കാരണം നമുക്ക് നാളെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒറ്റ റൂമേ എടുത്തിട്ടുള്ളൂ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗുരുവായൂർ പോയപ്പം അവിടുത്തെ റൂമൊന്നും എടുക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ റൂം ഒന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. കാരണം ഗുരുവായൂരിന്ന് ഫുഡ് കഴിക്കാതാണ് വന്നത്, വിശപ്പില്ലായിരുന്നു. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ക്യൂ നിന്ന് കഴിച്ചിട്ടൊക്കെ വരാൻ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞേ അവർ പോകത്തുള്ളായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഫുഡ് കഴിച്ചിട്ടൊക്കെ വരത്തുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഹോട്ടലൊക്കെ കുറവാണ്, അല്ലെങ്കിൽ അപ്പുറത്തോട്ടൊക്കെ പോയാൽ കിട്ടുമായിരിക്കും. അപ്പോൾ നടക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ നമുക്ക് സമയമില്ല, അമ്പലത്തിൽ പോകണ്ടേ പെട്ടെന്ന് റെഡി ആയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ കയറിയിട്ട് റൈസ്, ഞങ്ങൾ മീൽസാണ് കഴിച്ചത്. അവരെല്ലാവരും വേറെന്തോ റൈസ് ഐറ്റമാണ് കഴിച്ചത്, ജീര റൈസോ പലാവോ അങ്ങനെ എന്തോ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലെത്തി കേട്ടോ. 30 രൂപയുള്ള ഓട്ടോ ചാർജ്, മിനിമം ചാർജാന്ന് തോന്നുന്നു. നമ്മൾ അവിടെ 2 ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ വന്നത് കേട്ടോ. എന്നിട്ട് അമ്പലത്തിലെത്തി. അമ്പലം തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ, കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അമ്പലത്തിനുള്ളിലേക്ക് നമുക്ക് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാലും പുറത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാണ് പോയത്. ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലം തുറന്ന് ഞാൻ വെച്ചു അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സമാധാനമായിട്ട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയത് കേട്ടോ. പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു. അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് ഇറങ്ങി നമ്മൾ വാതിക്ക് എത്തിയപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു. നല്ല മഴയെന്ന് വെച്ചാൽ അടിപൊളി മഴയായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് പോലും നല്ലതായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ പറ്റിയ രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു പോയിട്ട് അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടുകയും ചെയ്തു. അവർ ലോക്കൽ ട്രെയിനിലാണ് കയറി പോയത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്നായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും അവർ അവിടുന്ന് തന്നെ അതിൽ തന്നെ കയറിപ്പോയി, പെട്ടെന്ന് വീട്ടിലെത്തണ്ടേ, രാവിലെ തന്നെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചു. വന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിടന്ന് ഇറങ്ങി. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ നമ്മൾ പോകാൻ ഇറങ്ങുകയാണ്. 10:30-ക്കാണ് ട്രെയിൻ. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ള ഒരു 500 മീറ്ററോ മറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്ന് തന്നെ അങ്ങ് പോവാണ്. 10:30-ക്കാണ് ട്രെയിൻ. ഇന്നലെ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിൻ തന്നെയാണ് തിരിച്ചു പോകുന്നത്.